അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ സവാഅത് ത്വരീഖ് വജഅല തൗഫീഖ ഖൈറർ റഖീഖ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ തഖലൈനി ബിത്തഹ്ഖീഖ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ ഉസ്താദുമാരെ, ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന ആയത്തിനെ സംബന്ധിയായി എൻ്റെ ചില അല്പം ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെനിക്ക് സുവർണാവസരം കനിഞ്ഞേകിയ സർവോപരി സർവശക്തനായ സൃഷ്ടാവിന് സർവസ്രോതങ്ങളും സമർപ്പിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ വഫി കുല്ലി മക്കാൻ. പ്രിയമുള്ളവരെ, മനുഷ്യനിൽ ജൈവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്നുള്ളത്. വെറുക്കപ്പെട്ടൊരു കാര്യം കാണുമ്പോഴോ അതിന് വിധേയമാകുമ്പോഴോ മനുഷ്യർ ഇത്തരം രോഷപ്രകടനങ്ങൾ നടത്തുന്നത് നാം കാണാറുണ്ട്. ജൈവികമായി ഉണ്ടാകുന്നതാണെങ്കിലും ഇത്തരം ബാഹ്യ പ്രകടനങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ദേഷ്യത്തെ നിയന്ത്രിക്കലും തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുന്നതുമെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരായ സൽസ്വഭാവികളുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സൂറത്തു ആല ഇമ്രാനിലെ 134 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സന്തോഷാവസ്ഥയിലും സന്താപഘട്ടത്തിലും ധനം ചെലവഴിക്കുകയും ദേഷ്യത്തെ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് മാപ്പരുളുകയും ചെയ്യുന്ന സൂക്ഷ്മാലുക്കൾക്കായി സജ്ജീകൃതമായതാണത്രേ സ്വർഗം. നോക്കൂ, കോപം നിയന്ത്രിക്കുന്നവർക്കും തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുന്നവർക്കുമെല്ലാം സ്വർഗമാണ് അല്ലാഹു തആല പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നത്. മറ്റൊരു ഹദീസിൽ ആദം സന്തതികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ കോപിക്കുമ്പോൾ എന്നെ സ്മരിക്കുക, എന്നാൽ ഞാൻ കോപിക്കുമ്പോൾ നിന്നെ സ്മരിക്കുകയും നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമാണ്. ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ ഉയർത്തുമെന്ന പ്രവാചക വചനവും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അനിയന്ത്രിതമായ ദേഷ്യത്തെ പൈശാചിക ദുർബോധനത്തിന്റെ പ്രേരണയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ വുളൂ ചെയ്യണമെന്നാണ് പ്രവാചകാധ്യാപനം. പലപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ദേഷ്യപ്രകടനങ്ങൾ അതിരുവിടുകയും അവ മറ്റുള്ളവരെ മാനസികമായി വേദനിപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടിയാണ് ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളിലൊന്നായി ഇസ്ലാം കണക്കാക്കുന്നത്. മൽപിടുത്തക്കാരനല്ല, ദേഷ്യ സമയത്ത് സ്വയം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന പ്രവാചക വചനവും ഇവിടെ പ്രസക്തമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിളിക്കുകയും ഇഷ്ടമുള്ള ഹൂറുല്ലീനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവന് നൽകുന്നതുമാണ് അത്രേ. പ്രിയമുള്ളവരെ, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിലൊന്നാണ് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുക എന്നുള്ളത്. നമ്മളിലേക്ക് അതിക്രമം പ്രവർത്തിച്ചൊരു വ്യക്തിക്ക് പോലും മാപ്പ് നൽകുക എന്നുള്ളത് അങ്ങേറ്റം ശ്ലാഘനീയമാണെന്നാണ് ഇസ്ലാമിക ദർശനം. ഒരുവൻ മാപ്പ് നൽകിയാൽ അള്ളാഹു അവന്റെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത്. നോക്കൂ, ഇസ്ലാം എത്ര മനോഹരമാണ്. തന്നിലേക്ക് അതിക്രമം പ്രവർത്തിച്ചൊരു വ്യക്തിക്ക് പോലും ക്ഷമിക്കാനാണ് ഇസ്ലാം വിശ്വാസി സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ക്ഷമയുടെ മനോഹരമായ മാതൃകകളെ നമുക്ക് കണ്ടെടുക്കാനാകും. പീഡന പർവ്വങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിച്ച മക്ക മുശ്രിക്കുകളെ ഫത്ഹ് മക്കയുടെ അന്ന് മുന്നിൽ മുട്ടുകുത്തിയവരായി എത്തിച്ചപ്പോഴും അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങൾ പോയിക്കൊള്ളുക, ഇന്നേ ദിവസം നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്നാകുന്നു. ആരെങ്കിലും അവന്റെ ദറജയെ ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോട് അതിക്രമം കാണിച്ചവനോട് അവൻ ക്ഷമിച്ചു കൊള്ളട്ടെ എന്നാണ് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചത്. പ്രബോധനത്തിനായി കടന്നു ചെന്നൊരു സമുദായം അവഹേളനങ്ങൾ കൊണ്ടും കല്ലേറ് കൊണ്ടും നബിയെ എതിരേറ്റ സന്ദർഭം. വാനലോകത്ത് നിന്നും ദൈവദൂതുമായി ജിബ്രീൽ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ 2 മലകൾക്കിടയിൽ വെച്ച് ഞാൻ ഈ സമുദായത്തെ നശിപ്പിക്കട്ടെയോ? അരുതെന്നായിരുന്നു റസൂൽ നൽകിയ മറുപടി.
ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തനിക്കെതിരെ വാളേന്തിയ മനുഷ്യനോട് പോലും പ്രതികാരമെടുക്കാതെ കരുണകടാക്ഷം ചൊരിയുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവിടെ നിന്ന് പറയുകയുണ്ടായി, നാളെ ഖിയാമത്ത് നാളിൽ തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുന്നവരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയും അവനിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കാൻ പറയുന്നതുമാണത്രേ. ക്ഷമിച്ച എല്ലാ മുസ്ലിമിന്റെ മേലും സ്വർഗത്തിൽ പ്രവേശിക്കൽ നിർബന്ധമാണെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമിക്കാനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടൊപ്പം ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.